പുള്ളി അടുത്ത സമയത്ത് നടത്തിയ പ്രസ്താവന എന്താ? 10 ദിവസം കിട്ടിയാൽ മതി, ഞാൻ പാകിസ്ഥാനെ ഇല്ലാതാക്കും. വേറെ ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിൽ തർക്കമുണ്ട്. ഇത് ശരിയാ. അദ്ദേഹം വിചാരിച്ചാൽ 10 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കാം. എന്താ തെളിവെന്ന് നിങ്ങൾ ചോദിക്കും. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഇന്ത്യയെ അയാൾക്ക് ഇല്ലാതാക്കാമെങ്കിൽ പിന്നെ 10 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കി കൂടാതെ. അയാൾക്ക് പാകിസ്ഥാനെ ഇല്ലാതാക്കാം. ലോകത്തെ ഏറ്റവും വലിയ സൈന്യമല്ലേ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്. എന്തിനാ ഈ പാകിസ്ഥാനിൽ, എന്താ ഈ പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നം? നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളും തമ്മിൽ എന്താ അമ്മായിയും പപ്പോരുന്നുണ്ടോ? വല്ലതും ഉണ്ടോ? എന്തെങ്കിലും തർക്കമുണ്ടോ അവർ തമ്മിൽ? തർക്കം ഭരണാധികാരികൾ തമ്മിൽ. പാകിസ്ഥാനെ മറുപുറത്ത് സൃഷ്ടിച്ചു നിർത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു ഏകീകരണം നടത്താൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ശത്രു പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് ഇവർ പറയുന്നത്. എന്തിനാ? ഇന്ത്യയിലെ ഹിന്ദുക്കളായ എഴുത്തുകാരോട് പാകിസ്ഥാനി പാൻ പറയുന്നത് എന്തിനാ? പാട്ടുകാരോട് പാകിസ്ഥാനി പാൻ പറയുന്നത് എന്തിനാ? സിനിമാ നടന്മാരോട് പാകിസ്ഥാനി പാൻ പറയുന്നത് എന്തിനാ? എന്താ കാര്യം? എന്താ? ഇതാണ് കാര്യം. പാകിസ്ഥാൻ എന്നതൊരു മുസ്ലിം രാഷ്ട്രമാണ്. മുസ്ലിം രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഏകീകരിക്കുക, ഈ ആശയമാണ് ബാബറി മസ്ജിദ് ചെയ്തത്. അല്ലാതെ അവിടെ രാമവിഗ്രഹം വെക്കാൻ വേറെ പള്ളിയില്ലാഞ്ഞിട്ടാണോ? 964 രാമക്ഷേത്രങ്ങളുണ്ട് അവിടെ അയോധ്യയിൽ. ഈ RSSകാരൻ അറിയാവോ, ഇനി ബാബർ തർക്കത്തിന് വേണ്ടി പള്ളി പൊളിച്ചെന്നെങ്കിൽ ഇരിക്കട്ടെ, തർക്കത്തിന് വേണ്ടി പറയാം ബാബർ പള്ളി പൊളിച്ച്. പക്ഷേ ഇന്ത്യയുടെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എങ്ങനെയാ പാശ്ചാത്യർ അറിഞ്ഞത്? RSSകാർക്ക് അറിയുമോ? അത് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പകന്റെ പേരാ ദാരെ ഒന്നും ആയിരുന്നില്ല. ദാരെ ചെറുപ്പത്തിലെ സംസ്കൃതം പഠിച്ചു, മദ്രസയിൽ പോയി അറബ് പഠിച്ചു, പേർഷ്യൻ ഭാഷ പഠിച്ചു, അങ്ങനെ വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടി ദാരയ്ക്ക് രാജ്യത്തിന്റെ ഭരണാധികാരിയാകണമെന്ന് വലിയ താല്പര്യം. ഈ ദാരയാണ് ഉപനിഷത്തുകളും വേദങ്ങളും 50-ൽ പരം ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുന്നത് ഈ ദാരയാണ്. ഒരു പക്ഷേ ബാബർ ചക്രവർത്തിയുടെ കൈകൊണ്ട്, തർക്കത്തിന് വേണ്ടി എന്നാണ് ഞാൻ പറയുന്നത്, ബാബറി മസ്ജിദ് അല്ല രാമക്ഷേത്രം തകർക്കപ്പെട്ടാലും ഈ ഇന്ത്യ രാജ്യത്തിന്റെ പഴയ ദർശനങ്ങൾ പാശ്ചാത്യ ലോകം എടുക്കുന്നത് ഈ ദാരയുടെ ട്രാൻസ്ലേഷൻ തർജ്ജമയോടുകൂടിയാണ്. ഫറാൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പാതിരിയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പാശ്ചാത്യ ലോകം ഇന്ത്യയുടെ ഈ പാരമ്പര്യം അറിയുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം എന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് 2 രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഹിന്ദു രാഷ്ട്രവാദികളും ഇസ്ലാം തീവ്രവാദ വിഭാഗവും രണ്ടുപേരും ആഗ്രഹിച്ചത് ഇന്ത്യ രണ്ടാകണമെന്ന് തന്നെയാണ്. ഒന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ വാദം, മറ്റൊന്ന് RSS VD സവർക്കറെ പോലുള്ള RSS നേതാക്കന്മാർ പറഞ്ഞ ഹിന്ദു രാഷ്ട്രവാദം. ഈ 2 വാദത്തെയുമാണ് നമ്മുടെ ഭരണഘടന എന്ന മഹത്തായ ഒരു ഗ്രന്ഥം കൊണ്ട് അംബേദ്കറും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ തകർത്ത് തരിപ്പണമാക്കി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മുഹമ്മദ് അലി ജിന്ന 5 നേരം നിസ്കരിച്ചിട്ട് അരനേരം പോലും നിസ്കരിക്കാൻ പോയിട്ടുള്ള ആളല്ല. മുഹമ്മദ് അലി ജിന്നയാണ് ഇസ്ലാമിന് വേണ്ടി രാഷ്ട്രം ഉണ്ടാക്കാൻ പരിശ്രമിച്ചയാൾ. പക്ഷേ മുഹമ്മദ് അലി ജിന്ന പള്ളിയിൽ പോയിട്ടുള്ള ആളല്ല. ഇസ്ലാമികമായ ഒരു ഇസ്ലാം മതവിശ്വാസി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മാറി നിന്നിരുന്നു. അദ്ദേഹം ചുരുട്ട് വലിക്കുമായിരുന്നു. ഇസ്ലാമിന് ഹറാമായിട്ടുള്ള മദ്യം അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു. അദ്ദേഹം പാശ്ചാത്യ വേഷം അനുകരിച്ചുകൊണ്ട് കോട്ട് ധരിക്കുമായിരുന്നു. ആ മുഹമ്മദ് അലി ജിന്ന മതവിശ്വാസിയോ മതപരമായി ജീവിച്ചിരുന്ന ഒരാളെയല്ല. പക്ഷെ അദ്ദേഹമാണ് ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചത്. രണ്ടാമത്തെയാൾ VD സവർക്കറാണ്. ഹിന്ദു മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും വിഗ്രഹ ആരാധനക്കാരാണ്. നമ്മുടെ ചുറ്റിലും തന്നെ എത്രയോ നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം ക്ഷേത്രങ്ങൾ കാണാം. അത് വിഗ്രഹത്തിൽ അധിഷ്ഠിതമായ ക്ഷേത്രം. ഓച്ചിറ എന്ന ക്ഷേത്രം മാത്രമാണ് ഒരു പക്ഷേ വിഗ്രഹമില്ലാത്ത ക്ഷേത്രമായിട്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വിഗ്രഹമുണ്ട്. ഓച്ചിറയിൽ തന്നെ ഉപദേവതമാരുടെ വിഗ്രഹങ്ങളുണ്ട്, തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട സ്ഥലത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ VD സവർക്കർ ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല, ഒരു വിഗ്രഹത്തെയും ആരാധിച്ചിട്ടില്ല, ഒരമ്പലത്തിലും പോയിട്ടില്ല, ഒരു വഴിപാടും കഴിച്ചിട്ടില്ല. ഹിന്ദുമതത്തിന്റെ സാധാരണ നടപടിക്രമങ്ങളിലൂടെ അയാൾ സഞ്ചരിച്ചിട്ടില്ല. അയാളുടെ വാദവും ഹിന്ദു രാഷ്ട്രവാദമായിരുന്നു. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനും ഇസ്ലാമിക രാഷ്ട്രത്തിനും വേണ്ടി നേതൃത്വം കൊടുത്ത 2 പേരും ഈ മതത്തിന്റെ ദർശനത്തോടോ
അതിൻ്റെ പുണ്യത്തോടോ അതിൻ്റെ നന്മയോടോ ഒന്നും തന്നെ താല്പര്യം ഉണ്ടായിരുന്നവരല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതവിശ്വാസികളെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് മതരാഷ്ട്രവാദികളും മത തീവ്രവാദികളും ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യബോധം ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും വേണം. ഇന്ത്യയുടെ ലിഖിതപ്പെടുത്തിയ ഒരു രാജ്യചരിത്രം അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു 2500 കൊല്ലമേ ആയിട്ടുള്ളൂ. എഴുതപ്പെട്ട ചരിത്രം. ആ 2500 കൊല്ലത്തിന് മുമ്പ് മുതൽ മുഗൾ രാജവംശത്തിന്റെ അവസാന ഘട്ടം വരെ, ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് വരെ നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്നത്, ചരിത്ര വിശകലനത്തിൽ എത്തിച്ചേരാൻ കഴിയാവുന്നത് ഒരു 6 മഹാചക്രവർത്തിമാരാണ്. നൂറുകണക്കിന് ആളുകൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇപ്പം മുഗൾ രാജവംശം തന്നെ 303 വർഷത്തെ പഴക്കമുണ്ട്. മുഗൾ രാജവംശം. അതിൽ നമ്മൾ ഒരു മഹാചക്രവർത്തിയെ മാത്രമേ തൽക്കാലം പരിഗണിക്കുന്നുള്ളൂ. അങ്ങനെ പരിഗണിച്ചാൽ ഒരു 6 പേരെയാണ് പരിഗണിക്കാൻ കഴിയുക. അതൊരാൾ ചന്ദ്രഗുപ്ത മൗര്യനാണ്. 2500 കൊല്ലം മുമ്പ് ഭരിച്ചയാൾ. അയാൾ ജൈന മതക്കാരനായിരുന്നു. തൻ്റെ നാട്ടിൽ അവസാനം ക്ഷാമം നേരിട്ടപ്പോൾ, ചന്ദ്രഗുപ്തന്റെ കാലഘട്ട സുവർണകാലം എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറെ അവസരങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ക്ഷാമം നേരിട്ടപ്പോൾ ഈ ചന്ദ്രഗുപ്ത മൗര്യൻ നാട് വിട്ടിറങ്ങുകയും അദ്ദേഹം ഈ കർണാടകത്തിലെ ശ്രാവണബൽഗോളയിൽ വന്ന് സമാധിയടയുകയും ചെയ്ത ആളാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊരു മഹാചക്രവർത്തിയായിട്ട് പരിഗണിക്കാൻ കഴിയാവുന്നത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെയാണ്. ആ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലത്താണ് ഭാരതത്തിൽ കലയും ശാസ്ത്രവും എല്ലാം വികസിക്കുന്നത്. അദ്ദേഹം ഒരു ഹിന്ദു ചക്രവർത്തിയായിരുന്നു. ഹിന്ദു ചക്രവർത്തി എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പോലും അത് മനസ്സിലാവില്ല. കാരണം ആ കാലത്ത് ഇന്ത്യയിൽ ഹിന്ദു മതം എന്നൊരു മതം പ്രചാരത്തിലേ ഇല്ല. ഇന്ത്യയിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു, ജൈനമതം ഉണ്ടായിരുന്നു, പാഴ്സി മതം ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് സിഖ് മതം വരുന്നത്, സിഖ് മതം എന്ന് ടാഗോർ വിലയിരുത്തിയ മതം വരുന്നത്. ഇസ്ലാം മതം പോലും പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വരുന്നത്. ക്രൈസ്തവ മതം പോലും അതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഹിന്ദു മതം എന്നൊരു മതം അക്കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇവിടെ മതം ഉണ്ടായിരുന്നു. അത് ശൈവ മതമാണ്, അത് വൈഷ്ണവ മതമാണ്, അത് ബ്രാഹ്മണ മതമാണ്, അത് വൈദികാരാധനയുടെ സമ്പ്രദായമാണ്. ഇങ്ങനെയൊക്കെയുള്ള മതങ്ങൾ ഇന്ത്യയിലുണ്ടായി. എന്തായി മതം എന്ന് പറഞ്ഞാൽ? മതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമല്ല അത്. നിങ്ങളുടെ സ്വമതം പറ എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയുക എന്നുള്ളതാണ്. മതമെന്ന് പറഞ്ഞാൽ ഒരു നിലപാടാണ്, ഒരു അഭിപ്രായമാണ്. ഹിന്ദുക്കളുടെ പേരിൽ ഒരു മതം ഇവിടെ ആരും സ്ഥാപിച്ചിട്ടില്ല. ഇവന് എന്തുകൊണ്ടാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെ ഞാൻ ഹിന്ദുവായി പരിഗണിച്ചത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഹിന്ദു മതത്തിന് ഒരു ഔദ്യോഗിക നാമം ഉണ്ടാവുന്നത്. ബ്രിട്ടീഷുകാർ സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ അവർ ജനങ്ങളെ തരംതിരിക്കാൻ വേണ്ടി മതം വേണം. അപ്പോ ബുദ്ധമതത്തിൽപ്പെട്ടവരുണ്ട്, ഇസ്ലാം മതത്തിൽപ്പെട്ടവരുണ്ട്, സിഖ് പാഴ്സി മതത്തിൽപ്പെട്ടവരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഒരു മതമുണ്ട്. പക്ഷെ ഇവിടെ ഈ മതത്തിൽപ്പെടാത്ത എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ പൊതുവായി പരിഗണിച്ചതാണ് ഹിന്ദുമതം. അതുകൊണ്ടാണ് ബ്രാഹ്മണ മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആദിവാസികൾ നമ്മുടെ രാജ്യത്ത് ഹിന്ദു മതത്തിൽപ്പെടുന്നത്. അങ്ങനെയാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഔദ്യോഗികമായി ഈ ഹിന്ദുമതം എന്നൊരു കൽപ്പന വരുന്നത്. യഥാർത്ഥത്തിൽ അന്നല്ല ഈ ഹിന്ദുമതം എന്ന സംജ കടന്നു വരുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊരാൾ വന്ന് മമ്മുഞ്ഞിക്കയുടെ കടയിൽ ചെന്ന് ഒരു പഴം വേണമെന്ന് പറയുമോ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അയാൾക്ക് ഴ ഉച്ചരിക്കാൻ പറ്റില്ല. അയാൾ ആവശ്യപ്പെടുന്ന ഒരു പളമാണ്. തമിഴ്നാട്ടിൽ ഴ എന്ന ഉച്ചാരണമില്ല. അതുപോലെ പേർഷ്യക്കാർക്ക് ഈ സായിൽ തുടങ്ങുന്ന അക്ഷരങ്ങളില്ല, വാക്കുകളില്ല. സകാരാദി അക്ഷരങ്ങളില്ല, വാക്കുകളില്ല. അതുകൊണ്ട് അവര് ഉച്ചരിക്കുന്നത് ഹകാരാദിയിലാ തുടങ്ങുന്നത്, ഹായിലാ ഒരു വാക്ക് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഴായിലൊരു വാക്ക് തുടങ്ങത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മലയാളത്തിൽ ഴായിലൊരു വാക്ക് തുടങ്ങില്ല, ഏതെങ്കിലും ഒരു വാക്കിന്റെ ഇടയിലായിരിക്കും ഴ. അതുപോലെ സായിൽ അവർക്ക് ഒരു വാക്ക് തുടങ്ങാൻ പറ്റില്ല. അതിന് പകരമായിട്ട് അവർ ഉച്ചരിക്കുന്നത് ഹ എന്ന അക്ഷരമാണ്. അതുകൊണ്ടാണ് സിന്ധു നദീക്കരയിൽ താമസിച്ചിരുന്നവരെ, ചെറിയൊരു സംസ്കാരമല്ല അത്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൾച്ചറാണ് അത്.
5000 വർഷങ്ങൾക്ക് മുമ്പ് അഴുക്കുചാലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇഷ്ടിക ചുട്ടെടുത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. മൺചട്ടികൾ ചുട്ടെടുത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ്. ചെറിയൊരു സമയമല്ലത്. വലിയ പുരോഗതി രാജ്യത്തുണ്ടായി അന്നത്തെ കാലത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. അവരെയാണ് സിന്ധു നദീതടത്തിൽ പെട്ടവരെയാണ് ഹിന്ദുക്കൾ എന്ന്, അഥവാ ഹിന്ദുസ്ഥാൻ. ഇനി എന്തുകൊണ്ടാണ് ഈ സ്ഥാൻ വന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് മനസ്സിലാക്കണം. അതിങ്ങനെ തെക്ക് വടക്ക് കിടക്കുകയാണ്. അതിന്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിലാണ് പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നെ പാകിസ്ഥാൻ, ഇതെല്ലാം ഈ സ്ഥാൻ വരുന്നുണ്ട്. ഈ സ്ഥാൻ എന്ന വാക്ക് പേർഷ്യൻ വാക്കാണ്. ഊര് എന്ന വാക്ക് തമിഴ് വാക്കാണ്. ഇപ്പൊ പുനലൂർ അത് തമിഴ് വാക്കാണ്, ഊര് തമിഴാണ്. അതുപോലെ സ്ഥാൻ എന്ന് പറയുന്നത് പേർഷ്യൻ വാക്കുകളാണ്. അങ്ങനെ അവർ വിളിച്ചതാണ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ സിന്ധു നദിക്കരയിൽ താമസിക്കുന്നവരെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചത്, അല്ലാതെ ഹിന്ദു മതം എന്നൊരു മതമല്ല. അതുകൊണ്ട് വിക്രമാദിത്യ രാജാവിനെ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെ നമ്മൾ ഹിന്ദു ഗണത്തിൽ പെടുത്തുന്നത് അയാൾ ബൗദ്ധനുമല്ല, ജൈനനുമല്ല, ഇസ്ലാമുമല്ല, പാഴ്സി അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്ന ഒരു മഹാരാജാവ് അശോക ചക്രവർത്തിയാണ്. ബുദ്ധമതക്കാരനായിരുന്നു അശോക ചക്രവർത്തി. യുദ്ധങ്ങൾ വെടിഞ്ഞയാളാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയ യുദ്ധമൊന്നുമല്ല. കലിംഗ യുദ്ധം, ആയിരക്കണക്കിന് ആളുകൾ ശിരസറ്റ് തെരുവിലൂടെ ഒഴുകുന്ന ചോര കണ്ടുകൊണ്ട് ആയുധം മടക്കിയ ആളാണ് അശോക ചക്രവർത്തി. ആ അശോക ചക്രവർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മഹാനായിട്ടുള്ള ആളിനെ കണക്കാക്കാൻ പറ്റുന്നത് ഹർഷവർദ്ധനൻ എന്ന ചക്രവർത്തിയാണ്. അത് ഈ അശോകന്റെ അതേ മതത്തിൽപ്പെട്ട, ബൗദ്ധ മതത്തിൽപ്പെട്ട ആളാണ് ഹർഷവർദ്ധനൻ. പിന്നീട് നമുക്ക് കണക്കാക്കാൻ കഴിയാവുന്ന ഒരു ഹിന്ദു ചക്രവർത്തി വിജയനഗര സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന കൃഷ്ണദേവരായരാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ രാജാക്കന്മാരുടെ ചരിത്രം പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മതേതരത്വത്തിന്റെ ഒരു പാരമ്പര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണദേവരായർ, അദ്ദേഹത്തെ ഹിന്ദു മതത്തിൽപ്പെടുത്താം. നമുക്ക് അവസാനമായിട്ട് പറയാനുള്ള ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ്. ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടമുള്ള സാധനം അവസാന സമയത്തേക്ക് മാറ്റിവെക്കും. അതുപോലെ ഞാൻ ഈ അക്ബർ ചക്രവർത്തിയുടെ കാര്യം പറയാൻ അവസാനത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഈ കാലഘട്ടം നോക്കിയാൽ അക്ബർ ചക്രവർത്തി അവസാനത്തെ രാജാവല്ല. അക്ബർ ചക്രവർത്തി മുഗൾ രാജവംശത്തിലെ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇങ്ങനെയാണ് മുഗൾ രാജവംശത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബാബറാണ്. ബാബർ കഴിഞ്ഞാൽ പിന്നെ ഹുമയൂൺ ചക്രവർത്തിയാണ്. ഹുമയൂണിന്റെ മകനാണ് അക്ബർ, അക്ബറിന്റെ മകനാണ് ജഹാംഗീർ, ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ, ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ്. ഈ അക്ബർ ചക്രവർത്തിയെ അശോകന്റെ പ്രതിപുരുഷൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അശോകന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഉണ്ടായ ആളാണ് അക്ബർ എന്നുവരെ ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഈ അക്ബറാണ് ദിന്നിലാഹി എന്ന ദൈവത്തിന്റെ മതം എന്ന പേരിൽ ഒരു പ്രത്യേക മതം സ്ഥാപിച്ചു. ഈ അക്ബർ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയിരുന്നു. അക്ബർ അടിയുടുപ്പിട്ടിരുന്നത് പാഴ്സിക്കാരുടേതാണ്. അക്ബർ കല്യാണം കഴിച്ചത് രജപുത്ര വനിതയാണ്. അക്ബറുടെ കുട്ടിയെ പഠിപ്പിച്ചത് ഒരു കത്തോലിക്ക പുരോഹിതനാണ്. അക്ബർ കഴിച്ചിരുന്നത് സസ്യാഹാരമാണ്. അക്ബർ ചെയ്ത ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പുരാണവും വേദവും അമീഖുസു എന്ന പണ്ഡിതനെ ഉപയോഗിച്ചുകൊണ്ട് പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിച്ച ആളാണ്. ഇതാണ് അക്ബർ. നോക്കൂ, ഏത് മതത്തിൽപ്പെടുത്തും അക്ബറെ? അടിസ്ഥാനപരമായി ജനിച്ചത് ഇസ്ലാമിൽ. എല്ലാ ദിവസവും സുബഹ് മുതൽ ഈശ വരെയുള്ള നിസ്കാരം നടത്തും, ഒരു കുഴപ്പമില്ല, 5 നേരവും നിസ്കരിക്കും. പക്ഷേ നെറ്റിയിൽ കുങ്കുമക്കുറി ഇടുമായിരുന്നു. ഇപ്പൊ ഈ കുങ്കുമക്കുറി കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിഷയമാണെന്ന് ഓർക്കണം, അല്ലേ? ചേരാവള്ളി പള്ളിക്കകത്ത് അടുത്തുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ എന്നിട്ട് എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല, നിങ്ങളെല്ലാം കൂടെ ഒന്ന് സഹായിക്കണം. എല്ലാ ദിവസവും ഈ വാങ്കുവിളി ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഇസ്ലാം മത വിശ്വാസിയല്ല. ഇത് കേട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു, അതിനെന്താ, ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളെ സഹായിക്കാം. പള്ളിമുറ്റത്ത് പന്തലൊരുങ്ങി. ആ പന്തലിൽ കല്യാണ പെണ്ണ് വന്നു. ആ പന്തലിൽ കല്യാണം നടക്കുന്ന സമയത്ത് ഇസ്ലാമിലെ വിവാഹം പോലെ കൈ ചേർത്ത് പിടിച്ചൊരു കരാറുണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ചൊരു ഹിന്ദു മത പുരോഹിതൻ ആ പള്ളിക്കകത്ത് കയറുന്നു. അയാളുടെ കഴുത്തിൽ പൂണൂലുണ്ട്. അയാൾ ഹിന്ദു മതാചാരപ്രകാരം ആ കല്യാണം നടത്തുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് പള്ളിയിലെ ഇമാം ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മതസൗഹാർദ്ദ, ഈ ഐക്യം കണ്ടപ്പോ ചിലർക്ക് സൂഹിക്കുന്നതേയില്ല. 3-ാമത്തെ ദിവസം എറണാകുളത്ത് പാവക്കുളം ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ഹാളിൽ
ഈ പൗരത്വ ബില്ലിനെ ന്യായീകരിച്ചുകൊണ്ട് ചില ഹിന്ദു RSS വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവിടെ ഒരു പരിപാടി നടത്തുന്നു. അതിൽ നടത്തുന്ന വിഷലിപ്തമായ പ്രസംഗം സഹിക്കവയ്യാതെ ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിഷലിപ്തമായി ഈ പ്രചരണം നടത്തുന്നത്, നമ്മുടെ രാജ്യത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ ചാടി വീണു സംഘാടകരായ സ്ത്രീകൾ, അവരെ ആക്രമിച്ചു, അവരെ വളഞ്ഞിട്ട് ചീത്ത വിളിച്ചു. നിങ്ങൾ ജീവനോടുകൂടി രക്ഷപ്പെടുന്നത് ഞങ്ങളുടെ മര്യാദ കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സ്ത്രീ അക്രാമകമായി ചാടി വീണിട്ട് അവരോട് പറഞ്ഞു, എടി ഈ നെറ്റിയിൽ എന്തിനാ കുങ്കുമക്കുറി ഇട്ടിരിക്കുന്നതെന്നറിയാവോ? എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്, അവരെ കാക്ക കൊത്തി കൊണ്ടുപോകാതിരിക്കാനാണ് ഈ കുറി ഇട്ടിരിക്കുന്നത്. 2-3 ദിവസത്തേക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പണിക്ക് വരുന്ന ഒരു ആളുണ്ട്. അയാൾക്കൊരു ഇച്ചിരി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ആളാണ്. ആ പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ വൈഫിനോട് ചോദിച്ചു, ടീച്ചറെ കുങ്കുമം ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ ആരും ഉപയോഗിക്കത്തില്ലല്ലോ, എന്താ കാര്യം? ഞാൻ ദാ വരുന്നതെന്ന്. പിന്നെ അയലത്തെ വീട്ടിൽ പോയി കുറച്ച് കുങ്കുമം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഇയാൾ പ്ലാവിലോട്ട് കയറുന്നു. ഞാൻ ചോദിച്ചു, എന്തിനിടെ പ്ലാവേ കയറുന്നത്? സാറേ, കടയിലൊക്കെ പറയുന്നത് സാറേ, ഈ മാങ്ങയും ചക്കയൊക്കെ പഴുത്ത് നിന്ന് കാക്ക കൊണ്ടുപോകത്തില്ല, അതിനകത്ത് കുങ്കുമം തൊട്ടാൽ ഇതൊന്നും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ മേളിൽ കയറി കുങ്കുമം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്ക് പൗരത്വം എന്തുവാ ഇതെന്തോന്നും അയാൾക്കറിയില്ല. കടയിൽ പറയുന്നത് കേട്ടു കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ സമൂഹത്തെ കൃത്യമായി വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അക്ബർ ചക്രവർത്തി കുങ്കുമധാരിയായി നടക്കുക, പാഴ്സിയുടെ വസ്ത്രം ധരിക്കുക, രജപുത്ര വനിതയെ കല്യാണം കഴിക്കുക, കത്തലിക് പുരോഹിതനെ കൊണ്ട് മകനെ പഠിപ്പിക്കുക, സസ്യാഹാരം കഴിക്കുക. ഇങ്ങനെ ചെയ്ത ഒരു ചക്രവർത്തിയാണ് മുഗൾ രാജവംശത്തിൽ അക്ബർ. അക്ബർക്ക് ഇത്രയും മഹിമയുണ്ടെങ്കിൽ മുഗൾ രാജവംശത്തിലെ ഓരോ ചക്രവർത്തിക്കും ഓരോ പ്രാധാന്യമുണ്ട്. അശോക ചക്രവർത്തിക്ക്, ബുദ്ധമതക്കാരനായ അശോക ചക്രവർത്തിക്ക് ഒരു പ്രാധാന്യമുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ BC 5-ാം നൂറ്റാണ്ട് മുതൽ, അതായത് 2500 വർഷം മുതലുള്ള നമ്മുടെ ഈ മഹാചക്രവർത്തിമാരാരെങ്കിലും മനുഷ്യനെ തമ്മിലടിപ്പിക്കാനാണോ പരിശ്രമിച്ചത്? ഇസ്ലാം 800 വർഷം ഇന്ത്യ ഭരിച്ചവരാണ് കേട്ടോ. 300 ഒന്നുമല്ല, 300 മുഗൾ രാജവംശമാണ്. ലോധി വംശം മുതൽ ഇങ്ങോട്ട് 800 വർഷം ഭരിച്ചവരാണ്. ഇവിടെ അക്രാമകമായ ഒരു മതപ്രചാരണമാണ്, മതപരിവർത്തനമാണ് നടത്തിയതെങ്കിൽ 79% ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളായിരിക്കില്ല. ടിപ്പു സുൽത്താൻ വടക്കേ മലബാറിൽ വന്ന് മതപരിവർത്തനമാണ് നടത്തിയിരുന്നതെങ്കിൽ വടക്കേ മലബാറിൽ ഹിന്ദുക്കൾ കാണില്ലായിരുന്നു. ഓരോ രാജാക്കന്മാരും രാജ്യം ആക്രമിച്ചിട്ടുണ്ട്, അത് ഹിന്ദുക്കൾ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് ഗസ്നി, അദ്ദേഹം 14 പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. അത് സോമനാഥ ക്ഷേത്രത്തിൽ ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയല്ല, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അന്ന് ക്ഷേത്രങ്ങളിനകത്താണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിക്കല്ലിന്റെ അടിയിൽ കോടിക്കണക്കിന് ധനധാന്യങ്ങൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ രക്തക്കല്ലുകൾ കിടപ്പുണ്ടെന്നൊക്കെ ചർച്ച വരുന്നില്ലേ? എവിടുന്നാ ഇത്? തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്വത്താണത്, എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സ്വത്താണത്. ഈ സ്വത്ത് പണ്ട് എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്തല്ലേ തേവലക്കര ക്ഷേത്രം. നിങ്ങൾക്കത് ഇപ്പൊ കാണുമ്പോൾ ലളിതമായിട്ട് തോന്നും. ആ തേവലക്കര ക്ഷേത്രം പോർട്ടുഗീസുകാർ എത്ര തവണ ആക്രമിച്ചിട്ടുണ്ടെന്നറിയാവോ? ദാ ഈ ഈ ഇടപ്പള്ളി കോട്ടയിലും കുറ്റിവട്ടത്തുകൂടി പോർട്ടുഗീസ് സൈന്യം കിഴക്കോട്ട് പോയിട്ടുണ്ട്. അന്ന് ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റോഡൊന്നും അല്ല. നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ എത്ര ചരിത്ര കാലടികൾ പതിഞ്ഞിട്ടുള്ളതെന്നറിയോ? പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ട് ഈ തേവലക്കര ക്ഷേത്രം ആക്രമിക്കണമെങ്കിൽ അതിനകത്ത് സമ്പത്തുണ്ടായിരുന്നു. ഈ രാജാക്കന്മാരെല്ലാം ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. കാര്യം എന്താ? സമ്പത്ത് കൈയടക്കാൻ വേണ്ടിയാ, അല്ലാതെ മതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയല്ല. RSS ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് വിദേശികൾ വന്ന് ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന രൂപത്തിലാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മഹാരാജാക്കന്മാരെല്ലാം അവരുടെ കാലഘട്ടത്തിൽ അവര് നടത്തിയിട്ടുള്ള തെറ്റായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടാണ് രാജഭരണം തന്നെ ലോകത്തില്ലാതാക്കിയത്. 1789 ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ് ലോകത്ത് രാജഭരണം ഇല്ലാതാക്കുന്നത്. കാരണം തലമുറയായിട്ടുള്ള ഈ മാറ്റമല്ല ജനാധിപത്യത്തിലേക്ക് വരുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ വരുന്നത് അങ്ങനെ 1789 ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ്. അപ്പോൾ ഈ പാരമ്പര്യം നമുക്ക് നിലനിൽക്കുകയാണ്. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് ഇന്ത്യ വിഭജിതമാകുന്ന ഘട്ടം വന്നപ്പോ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം ഉണ്ടാകുന്നു. എന്താ അവിടുത്തെ അവസ്ഥ? മര്യാദയ്ക്ക് ഒരു ജുമാ നിസ്കാരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ പാകിസ്ഥാനിൽ പോയിട്ട്? പാകിസ്ഥാനിൽ ഇസ്ലാം വിഭാഗത്തിൽ തന്നെ സംഘർഷമുണ്ട്. അഹമ്മദിയ മുസ്ലിമും അവിടുത്തെ പൊതു മുസ്ലിങ്ങളും തമ്മിൽ. അഹമ്മദിയക്കാർ പറയുന്നത് എന്താ? അവസാനത്തെ പ്രവാചകൻ നബി തിരുമേനിയായിട്ടാണ് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റുകൾ കാണുന്നത്. പക്ഷെ അഹമ്മദിയക്കാർ പറയുന്നത് അങ്ങനെയല്ല, അവർക്കൊരു പ്രവാചകനുണ്ട്. ഈ സംഘർഷം അവിടെ നടക്കുക. 2% അഹമ്മദിയരാ ഉള്ളേ.
മിക്കവാറും ഉള്ള എല്ലാ വെള്ളിയാഴ്ച നിസ്കാരത്തിനും ജുമായിക്കും ബോംബ് സ്ഫോടനം നടക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യ ഒരുമിച്ചാണ് ഉണ്ടായത്. പക്ഷെ 25 വർഷം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ 2 രാഷ്ട്രമായി മാറി. അതിലൊരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. ആ പാകിസ്ഥാനിൽ സമാധാനമില്ല. എത്ര പ്രസിഡന്റുമാർ തൂക്കിക്കൊല്ലപ്പെട്ടു, എത്ര പ്രസിഡന്റുമാർ ബോംബേർ കൊല്ലപ്പെട്ടു. സൈന്യത്തിന് എപ്പോഴും അധികാരം പിടിക്കാം. അതാണ് ആ പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആക്കാൻ നോക്കുക. അതുകൊണ്ടാണ് അന്ന് തലയുള്ളവർ കരസേനയ്ക്കൊരു മേധാവി, കടൽ സേനയ്ക്കൊരു മേധാവി, ആകാശസേനയ്ക്കൊരു മേധാവി. ഇതിന്റെ മൂന്നിന്റെയും കൂടെ നേതൃത്വം പ്രസിഡന്റിന്. പ്രസിഡന്റ് ഇത് ചെയ്യണമെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം, അംഗീകാരം ഇങ്ങനെ കൊണ്ടുവച്ച അതിന്റെ പേരില്ല. BJP ഇപ്പൊ എന്താ ചെയ്തേ? ജനറൽ റാവത്ത് എന്ന് പറയുന്ന ഒരു ഒട്ടനെ പിടിച്ച് ഇതിന്റെ മൂന്നിന്റെയും കൂടെ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നരേന്ദ്രമോദിക്ക് ഈ സൈന്യത്തെ ഉപയോഗിച്ച് ഇത് പിടിക്കണോ? ജനങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. ജനങ്ങൾ സമ്മതിക്കാൻ സാധ്യതയില്ല. ബാബറി മസ്ജിദ് തകർത്ത എന്തുകൊണ്ടാ? ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടാക്കിയെടുക്കണം. എന്തിനാ 370 എടുത്തു കളഞ്ഞത്? അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് കാശ്മീർ. ആ കാശ്മീരിനെ കൈക്കലാക്കണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങൾക്കും ഒരേ നിയമം എന്നുള്ള പൊതുധാരണ കൊണ്ടുവരണം. ഇതാണ് അവിടെ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് മണിപ്പൂരിൽ പോകണമെങ്കിലേ, എടപ്പള്ളിക്കോട്ടക്കാർ ആരെങ്കിലും മണിപ്പൂരിൽ പോകണമെങ്കിൽ, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റാണ്, നിങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോകുന്നത് പോലെ എളുപ്പമല്ല. ILP എടുക്കണം, ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. നിങ്ങൾക്ക് മേഘാലയ പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. നിങ്ങൾക്ക് നാഗാലാൻഡിൽ പോകണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. പ്രത്യേക പതാക വരെ ഉണ്ട് അവിടെ. മണിപ്പൂരിനും മേഘാലയത്തിനും നാഗാലാൻഡിനും ഉള്ള പ്രത്യേക പദവി എന്തുകൊണ്ട് ജമ്മു കാശ്മീരിനില്ല? അതാണ് മുസ്ലിം ഹിന്ദു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭൂട്ടാനിൽ പോകണമെങ്കിൽ ഒരു ID കാർഡ് കൈവച്ചിരുന്നാൽ മതി. ഇന്ത്യയുടെ അതിർത്തി രാജ്യമായിട്ടുള്ള ബംഗാൾ എന്ന സ്റ്റേറ്റിന്റെ കിഴക്കേറ്റത്ത് കിടക്കുന്ന ഭൂട്ടാൻ കൃത്യമായിട്ട് അതിർത്തി, ഞാൻ നേരിട്ട് പോയിട്ടുള്ള ആളാണ്. ഈ ഒരു റോഡ് അതിർത്തിയാണെങ്കിൽ ഇത് ഇന്ത്യയും അപ്പുറത്തെ കടകൾ, ആ റോഡിനപ്പുറത്ത് കാണുന്ന കടകൾ ഭൂട്ടാനുമാണ്. അത്ര അതിർത്തി മാത്രമേ നമുക്ക് ഭൂട്ടാനുമായിട്ടുള്ളൂ. ആ ഭൂട്ടാനിൽ പോകാൻ ഒരു വോട്ടേഴ്സ് ID മതി. ആധാർ പോരാ കേട്ടോ, വോട്ടേഴ്സ് ID. നിങ്ങൾ നേപ്പാളിൽ പോകണമെങ്കിൽ ഗോരഖ്പൂരിൽ ട്രെയിൻ ഇറങ്ങാം. എന്ന് പറഞ്ഞാൽ ഈ യോഗി ആദിത്യനാഥിന്റെ പാർലമെന്റ് മണ്ഡലമാണ് ഗോരഖ്പൂർ. അവിടെ നിങ്ങൾക്ക് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ടാക്സി എടുത്ത് വേണമെങ്കിൽ പോകാം. അതല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ഇറങ്ങാം. ഒരു വോട്ടേഴ്സ് ID മതി. തൊട്ടടുത്ത 2 രാജ്യങ്ങളിൽ പോകാൻ നമുക്ക് വോട്ടേഴ്സ് ID മതിയെങ്കിൽ, നമ്മുടെ തന്നെ 2-3 സംസ്ഥാനത്ത് പോകണമെങ്കിൽ നമുക്ക് ILP പെർമിറ്റ് എടുക്കണം, ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഇതിലെല്ലാം കാണിക്കുന്നത് വിവേചനമാണ്. ഈ വിവേചനത്തിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം പൗരത്വ നിയമം പാസ്സാക്കിയെടുത്തിരിക്കുന്നത്. ഈ പൗരത്വ നിയമത്തിന്റെ ഏറ്റവും വലിയ അപകടം, ഇത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചത് പാർലമെന്റിനകത്ത് അമിത്ഷാ പറഞ്ഞത് ഇത് പോപ്പുലേഷൻ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തു എന്നുള്ളതാണ്. NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യ കണക്കെടുപ്പ്, ആ കണക്കെടുപ്പിൽ ബന്ധപ്പെടുത്തുമെന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് 2-3 ചോദ്യങ്ങൾ 2011 അധികമായിട്ട് വരുത്താൻ ശ്രമിച്ചത്. 2021 സെൻസസിന്റെ സമയമാണ്. 10 വർഷം കൂടുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ സെൻസസ് എടുക്കുന്നത്. ആ സെൻസസിൽ 2-3 ചോദ്യങ്ങൾ അധികം വരുന്നു. പിതാവിന്റെ പേര് ചോദിക്കുന്നു, മാതാവിന്റെ പേര് ചോദിക്കുന്നു, പിതാവിന്റെ ജനന സ്ഥലം ചോദിക്കുന്നു, ജനനത്തിന്റെ തെളിവ് ചോദിക്കുന്നു. പിതാവിന്റെ ഇന്ത്യൻ പൗരനാണോ പിതാവ്, അല്ലെങ്കിൽ മാതാവ് ഇന്ത്യൻ പൗരയാണോ? ഈ ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ വരുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ വാപ്പയുടെ പേര് പറയും, അച്ഛന്റെ പേര് പറയും. വാപ്പയുടെ പേരോ ഒരുവിധപ്പെട്ടവരൊക്കെ പറയും, വാപ്പയുടെ പേര് പറയും. അതിന്റെ വാപ്പയുടെ പേരോ വീട്ടിൽ ചെന്ന് ചോദിക്കണം എന്ന അവസ്ഥയാകും. ഇനി വാപ്പയുടെ വാപ്പ ഇവിടെ ജീവിച്ചിരുന്നുള്ള തെളിവെന്താ? ഒന്നുകിൽ ആധാരത്തിന്റെ കോപ്പി കാണിക്കണം, ടാക്സ് റെസിപ്റ്റിന്റെ കോപ്പി കാണിക്കാം, ജനന നടന്ന സ്ഥലത്തിന്റെ രേഖ കാണിക്കാം. ഇതൊക്കെ പഴയ ആളുകൾക്കെല്ലാം കിട്ടുമോ? നിങ്ങൾക്ക് പന്മന പഞ്ചായത്ത്, ഇടപ്പള്ളിക്കോട്ട പന്മന പഞ്ചായത്താണല്ലോ, പന്മന പഞ്ചായത്തിൽ പോയി നിങ്ങൾക്ക് 69 മുമ്പുള്ള ഒരു ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവോ? 900, ഞാനിത് കേൾക്കുന്ന ആരെങ്കിലും RSSന്റെ ആശയഗതിക്കാരുണ്ടെങ്കിലോ, ഇനി RSSന്റെ ആശയഗതിക്കകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഹിന്ദു സഹോദരന്മാരുണ്ടെങ്കിലോ, അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, 969 മുമ്പ് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോയി നിങ്ങളുടെ ജനന മരണ സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? 969 ജനന മരണം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം നിയമം വരുന്നത്. അതുകൊണ്ട് അതിനുമുമ്പ് രേഖയില്ല.
അപ്പൊ ജനനം എങ്ങനെ കണക്കാക്കുന്നത്? വയറ്റാട്ടിമാരോടാ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറുപ്പ് ഡോക്ടർ എവിടോ വല്യത്തിന്റെ അവിടെ പോയി ജനന നോക്കാം, നഴ്സുമാര് കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? പണ്ടത്തെ ഏത് സർട്ടിഫിക്കറ്റാ എടുക്കുന്നത്? വയറ്റാട്ടിയോട് ചോദിക്കും. വയറ്റാട്ടിയെ വിളിച്ചുകൊണ്ട് വരും. ആ തച്ചുമേലെ മമ്മൂഞ്ഞ് മേടത്തിലാന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ ഇളയ ഒരു പെങ്ങളുണ്ടായിരുന്നു പള്ളിമുക്കി കെട്ടിച്ചത്, അത് അടുത്ത മഴക്കാലത്താണ്. ഇതൊക്കെയാണ് അമ്മൂമ്മയുടെ കയ്യിലുള്ള പരിപാടി. ഈ സാധനം വെച്ചുകൊണ്ട് പൗരത്വ രേഖ പൂരിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ? നിങ്ങളിപ്പോ പ്രചരണം കൊടുക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെ മാത്രമേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടുത്തുന്നുള്ളൂ, ബാക്കി ഇവിടെ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോ നിങ്ങൾ അംഗീകരിക്ക്. ഇവിടെ നിൽക്കുന്ന മുസൽമാൻ, ഇവിടെ നിൽക്കുന്ന ഹിന്ദു, അയാൾ പൗരനാണ് തെളിയിക്കാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു ഷീറ്റ് നമ്മുടെ ഇരിപ്പുണ്ടല്ലോ. എന്താ അത്? നമ്മുടെ വോട്ടേഴ്സ് കാർഡ്, നമ്മുടെ വാപ്പയുടെ പേര് പറയുന്ന, അച്ഛന്റെ പേര് പറയുന്ന, അഡ്രസ് പറയുന്ന, വയസ്സ് പറയുന്ന ഒരു കാർഡ് നമ്മുടെ ഇരിപ്പുണ്ടല്ലോ. ഈ കാർഡ് വെച്ചോണ്ടാണല്ലോ ഇയാൾ പ്രധാനമന്ത്രിയായേ. നമ്മളല്ലെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടാണല്ലോ പ്രധാനമന്ത്രിയായേ. അങ്ങനെ പ്രധാനമന്ത്രിയായ ആള് പറയാണ് ഈ വോട്ടേഴ്സ് ഐ ഡി ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വോട്ടേഴ്സ് ഐ ഡി അംഗീകരിക്കും നിങ്ങൾ, എന്നിട്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്ക്, ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്ക്, അതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്ക്. അതുപോലെ പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ആധാർ. നമ്മൾ ആധാറിനകത്തോട്ട് നോക്കിയാൽ നമ്മുടെ പടമല്ല കാണുന്നത്, അയലത്തുകാരുടെ പടമാണ് കാണുന്നത്. ചില കുടുംബകലകം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത പടമാണ് ആധാറിൽ. ആധാർ വെച്ച് ഇയാള് അംഗീകരിക്കത്തില്ല. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നേ? അതിനെയാണ് ഈ നാട്ടിൽ അപകടകരമായ ഈ നിയമം ഇതാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൗരനാരാ? ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒന്നാമത്തെ പൗരൻ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റാ. അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം വാരണാസി ക്ഷേത്രത്തിൽ കയറാൻ ചെന്നപ്പോൾ മൂപ്പിലാനെ ഓടിച്ച് രാംനാഥ് കോവിന്ദനെ ഇയാൾ പ്രസിഡന്റ് ഒക്കെ ഇഷ്ടപ്പെട്ട് നാളെ മുതൽ വരണ്ടാന്ന് പറഞ്ഞു അല്ലേ? പണ്ട് ഇവിടെ ഫർണിച്ചർ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നല്ലപോലെ പണിയും, പക്ഷെ മുതലാളിക്ക് മനസ്സിലായി ഇവന്റെ പണി കൊള്ളത്തില്ല. അപ്പൊ പിറ്റേന്ന് വിളിച്ചിട്ട് മേശിരി വിളിച്ചിട്ട് മേശിരി പണിയൊക്കെ ഇഷ്ടപ്പെട്ട് നാളെ മുതൽ വരണ്ടാന്ന് പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനോടാ പറഞ്ഞേ, എന്താ വാരണാസി ക്ഷേത്രം സന്ദർശിക്കാൻ പോയ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനോടാ പറഞ്ഞേ നിങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ ഇവിടെ കയറാൻ പറ്റില്ല. അപ്പോഴാണ് കേരളത്തിൽ 23 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പൂജാരിമാരായിട്ട് നിയമിച്ച ഒരു സ്റ്റേറ്റാണ് കേരളം. അതാണ് കേരളം വ്യതിരിക്തമായിട്ട് നിൽക്കുന്നത്. അവിടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, മുറ്റത്തോട്ടി എല്ലാം പറ്റത്തില്ല. പോട്ടെ, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആണല്ലോ ഒന്നാമത്തെ പൗരൻ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ 2ാം തലമുറയ്ക്ക് ആസാമിൽ പൗരത്വം കിട്ടിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സനാഉള്ള ഖാൻ കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാനോട് പൊരുതിയതാ. അന്നേരം ഈ നരേന്ദ്രമോദി ഐസ്ക്രീം കഴിച്ചുകൊണ്ട് എവിടെ ഇരിക്കുക? കാർഗിൽ യുദ്ധകാലത്ത് പൊരുതിയതാണ്. ആസാമിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം ഇല്ല. ഇവരെക്കാൾ വലിയ പൗരന്മാരാരാ നാട്ടിൽ? ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞെന്താ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? മലപ്പുറത്താണ് അദ്ദേഹം നടത്തിയ ഒരു വികാരപരമായ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ കോട്ടക്കുന്ന് സാക്ഷി, ഈ കൂടി നിൽക്കുന്ന ജനം സാക്ഷി. എന്താ ഈ 2 സാക്ഷിക്ക് വലിയ അർത്ഥമുണ്ട്. മലപ്പുറം കോട്ടക്കുന്നെന്ന് പറഞ്ഞാൽ മലയാള രാജ്യം എന്നൊരു നാട് സ്വന്തമായിട്ടുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ബ്രിട്ടീഷുകാർ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കൈകെട്ടി കണ്ണുകെട്ടി നിർത്തിയിട്ട് പുറകിൽ നിന്ന് വെടിവെക്കാൻ ഒരുങ്ങിയപ്പോ എന്റെ കണ്ണിന്റെ കെട്ടഴിച്ച് എന്റെ മുമ്പിൽ നിന്ന് എന്റെ നെഞ്ചിന് നേർക്ക് വെടിവെക്കട പട്ടികളെ എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തൂക്കിലേറ്റപ്പെട്ട സ്ഥലമാണ്, കൊല്ലപ്പെട്ട സ്ഥലമാണ് മലപ്പുറം കോട്ടക്കുന്ന്. ആ കോട്ടക്കുന്നിനെ സാക്ഷി നിർത്തി ഒരു മുഖ്യമന്ത്രി പറയുക, ഈ ജനങ്ങളെ സാക്ഷി നിർത്തി പറയുക, ഇവിടെ പൗരത്വ രജിസ്റ്റർ, പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ ഇന്ത്യയിൽ എല്ലായിടവും ഉള്ള മുഖ്യമന്ത്രിമാർ തയ്യാറല്ല. കാരണം ഒരു ശക്തമായ നിലപാട് വേണം ഇതിനകത്ത്. ആ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിരിക്കുന്ന ആശയം ശരിയോ തെറ്റോ ഒന്ന് ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് 20 കോടി മുസ്ലിം ഉണ്ട്. ആ 20 കോടി മുസ്ലിങ്ങളിൽ കേരളത്തിൽ ഒരു 80-85 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ഈ കേരളത്തിലെയും ഇന്ത്യയുടെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും രാജ്യത്തിന്റെ ചരിത്രത്തിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിന്റെ ദീർഘകാല പാരമ്പര്യത്തിൽ പെടുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ഇസ്ലാമും ഹിന്ദുക്കളുമല്ല. അതുകൊണ്ട് ഇവരെ വേർതിരിച്ചു കൊണ്ടുള്ളൊരു നിയമം പാടില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൽ മതം അടിസ്ഥാന ഘടകമായിട്ട് മാറാൻ പാടില്ല.
മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾ ഇസ്ലാമാണ് നല്ലത്, ഇസ്ലാമിൽ വിശ്വസിക്കുക. ഹിന്ദുവാണ് നല്ലത്, അതിൽ വിശ്വസിക്കാം. ഏത് മതമാണ് നല്ലതെന്ന് അവരവർ തീരുമാനിക്കുക, അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക. അതോടൊപ്പം മറ്റു മതങ്ങൾ, ഇവിടെ ഞാൻ മിക്കവാറും തിരുവനന്തപുരം യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ആ കടുവാപ്പള്ളിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എത്ര ആളുകൾ ആ വണ്ടി നിർത്തി പൈസ ഇട്ട് കൊടുക്കും. ഇപ്പൊ 3 പേരാ അവിടെ വടിയും കൊണ്ട് നിൽക്കുന്ന പൈസ പിടിക്കാൻ. നേരത്തേക്ക് ഒരാളായിരുന്നു. ഒരു മതം ആൾ നോക്കുന്നില്ല, എല്ലാവരും അവിടെ പൈസ ഇട്ട് കൊടുക്കും. വളരെ ചുരുക്കം ചില RSSകാർ മാത്രമേ ഉള്ളൂ പൈസ ഇടാതെ. പിന്നെ പള്ളിയിൽ എന്തിനാ കാശെന്ന് ചോദിക്കുന്ന അത്യാവശ്യം കുറച്ച് പേരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കും. അല്ലാതെ ഒരുപാട് പേര് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഈ കടുവാപ്പള്ളിയിൽ. ഇത് നമ്മുടെ ഒരു രീതിയാണത്. അതിൽ അങ്ങനെ ഹിന്ദുവായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനോട് താല്പര്യം കാണിക്കാം, ഇസ്ലാമിന്റെ ചില ആശയങ്ങൾ കൈക്കൊള്ളാം. ചിലർ നോമ്പ് പിടിക്കുന്നവരുണ്ട്, ഹിന്ദുവായിട്ടിരിക്കുമ്പോൾ തന്നെ നോമ്പ് പിടിക്കുന്നവരുണ്ട്, ഹിന്ദുവായിട്ടിരിക്കുമ്പോൾ തന്നെ നിസ്കരിക്കുന്നവരുണ്ട്, ഹിന്ദുവായിട്ടിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പല നടപടിക്രമങ്ങളും പാലിക്കുന്നവരുണ്ട്, ഇസ്ലാമായിട്ടിരുന്നുകൊണ്ട് തന്നെ സ്ഥലത്തെ ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നവരുണ്ട്, ഇസ്ലാമായിട്ടിരുന്നുകൊണ്ട് തന്നെ ചില പ്രത്യേക അവസരത്തിൽ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നവരുണ്ട്. വിഗ്രഹാരാധന പാടില്ലെങ്കിൽ പോലും ഒരു പൊതു ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരുപാട് ഇസ്ലാം മത വിശ്വാസികളുണ്ട്. ഇതെല്ലാം അറുത്തു മാറ്റാൻ RSSകാരന്റെ 4 പ്രയോഗം കൊണ്ട് നടക്കത്തില്ല. ഇതൊക്കെ അറുത്തു മാറ്റാതിരിക്കത്തക്കവണ്ണം പേർത്തും ചേർത്ത് വച്ചിരിക്കുന്ന ജന്മങ്ങളാ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറഞ്ഞാൽ ഇന്ത്യ നാട്ടിൽ. അതിനെയൊന്നും നിങ്ങളുടെ ഈ വർഗീയത കൊണ്ട് അറുത്തു മാറ്റാൻ പറ്റത്തില്ല. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കുക. പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തലചാച്ചു നിൽക്കുന്ന ഈ കൊച്ചു കേരളം കക്ഷി രാഷ്ട്രീയം തൽക്കാലം മാറ്റിവെക്കുക. നിങ്ങളുടെ കൊടികൾ വെച്ച് നമുക്ക് പിന്നെ തർക്കിക്കാം. തെരഞ്ഞെടുപ്പുകളൊക്കെ വരട്ടെ, നമുക്ക് തർക്കിക്കാം. ഇവിടെ തർക്കത്തിനുള്ള സമയമല്ല. ഈ നാട് നശിക്കാൻ പോവുകയാണ്, ഈ നാട് കുത്തൊഴുക്കിൽപ്പെട്ടു പോവുകയാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വിദേശത്ത് പോയി നമ്മുടെ 40 ലക്ഷം ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അത് ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിൽ. അവിടുന്ന് പണം ഇങ്ങനെ വരികയാണ് ഈ കേരളത്തിലേക്ക്. ആ പണമാണ് ഇവിടെ റോഡായി മാറുന്നത്, ഇവിടെ കെട്ടിടങ്ങളായിട്ട് മാറുന്നത്, മാളുകളായിട്ട് മാറുന്നത്. RSS ഇപ്പൊ ശാഖകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയാവിലുള്ള താജ്മഹൽ പള്ളിയുണ്ടല്ലോ, അത് അണ്ടിമുക്ക് ശാഖയുടെ കാര്യാലയമാക്കി മാറ്റാൻ വെച്ചിരിക്കുക. പിന്നെ ലുലു മാൾ അത് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ വിയർപ്പൊഴുക്കി പണിയെടുത്ത് നേടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഒരു നിയമത്തിന്റെ പേരിൽ തിരിച്ചു പിടിക്കാവുന്ന അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ധരിക്കണ്ട. ഇസ്ലാമിന്റെ എടുക്കാവുന്ന ഹിന്ദുവോ, ഹിന്ദുവിന്റെ എടുക്കാവുന്ന ഇസ്ലാമോ, ഇതൊക്കെയാണ് ഈ ശാഖകളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന് ബദലായിട്ടൊരു ഇസ്ലാം, ഞാൻ പലയിടത്തും അത് പറയാറുണ്ട്, പലർക്കും അത് സൂചിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇതിന് ബദലായിട്ടൊരു ഇസ്ലാമിക തീവ്ര സ്വഭാവം അല്ല കാണിക്കണ്ടേ. ചിലയിടത്തൊക്കെ അങ്ങനെയാ കാണിക്കാൻ പരിശ്രമിക്കും. അതാണ് RSS ആഗ്രഹിക്കുന്നത്. RSS ആഗ്രഹിക്കുന്നത് ഇസ്ലാം മുദ്രാവാക്യം വിളിക്കണം ഇതിനകത്ത്, എന്നിട്ട് ഹിന്ദുക്കളെ കോർത്തെടുക്കണം. അങ്ങനെയല്ല. അങ്ങനെ പോയാൽ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കലാണ്. മതം എന്ന് പറയുന്ന അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരവരുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവരവർ നടത്തും. നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രം കിടപ്പുണ്ട്. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട ജർമ്മനിയുടെ ചരിത്രം കിടപ്പുണ്ട്. ആദ്യമൊക്കെ തമാശയായിട്ട് ആളുകൾക്ക് തോന്നി. ജർമ്മനിയിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ ഈ ജാതി ഇല്ലായിരുന്നു. ജർമ്മൻ ആര്യന്മാരെന്ന് പറഞ്ഞാൽ ഒറ്റ വംശമായിട്ടാണ് ഹിറ്റ്ലർ കണക്കാക്കി. പക്ഷെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വംശമല്ല. ഇപ്പം ആസാമിൽ പുറത്താക്കപ്പെട്ട 12 ലക്ഷം ഹിന്ദുക്കളില്ലേ, അതിനകത്ത് മഹാഭൂരിപക്ഷം വരുന്ന നാമശൂദ്ര വിഭാഗക്കാരാ. ആരായി നാമശൂദ്രർ? ചണ്ടാളന്മാരെന്ന് പറയും. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളിൽ പെടാത്ത ആളുകളാണ് ചണ്ടാളർ. ആ ചണ്ടാളർ ജാതിയില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അവർക്ക് ഹരിജൻ എന്ന പേര് കൊടുത്തത്. അപ്പോ അവരുടെയൊക്കെ അച്ഛൻ ആരാ? ഹരിയാണ്. ഹരി എന്ന് പറഞ്ഞാൽ ആരാ? വിഷ്ണുവാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഗാന്ധിയോട് ചോദിച്ചത്, ഞങ്ങൾക്ക് അച്ഛനില്ല, എല്ലാവർക്കും കൂടെ ഒരു അച്ഛനാവുള്ള വിഷ്ണു, കണക്കിന് നിങ്ങളുടെയൊക്കെ തന്തമാരുടെ പേരെന്തോന്ന് ചോദിച്ചു. അംബേദ്കറുടെ ഈ ചോദ്യം ചെറിയ ചോദ്യമല്ല. ചോദിച്ചിരിക്കുന്നത് ബുദ്ധൻ കഴിഞ്ഞാൽ ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ മഹാത്മാവിനോടാ ചോദിച്ചത്. 5 ഡോക്ടറേറ്റ് എടുത്ത ആളാ അംബേദ്കർ. ഇവിടെ ഒരെണ്ണം എടുക്കാൻ പറ്റ പാട് നമുക്കറിയാം. 5 ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഈ ദളിതനായിട്ടുള്ള അംബേദ്കർ. ആ അംബേദ്കറാണ് മഹാത്മാഗാന്ധിയോട് പറഞ്ഞത്, ഇവരെ നിങ്ങൾ ഹരിയൻ എന്ന് വിളിക്കരുത്. 10 ലക്ഷം പട്ടികാധികാരിയുമായിട്ട് ബുദ്ധമതത്തിലേക്ക് അംബേദ്കർ പോയ അതുകൊണ്ടാ. ഓരോരുത്തരുടെയും പൊന്നു പിച്ചളയായപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചോണം. മറ്റു മതക്കാരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഓരോരുത്തരുടെയും പൊന്നു പിച്ചളയായപ്പോയതിന് പണിക്കാരനെ കുറ്റപ്പെടുത്തരുത്. ജാതിയും തീണ്ടലും തൊടിയിലും അനാചാരവും. ഈ റോഡിലൂടെ, ബ്രാഹ്മണൻ നടക്കുന്ന റോഡിലൂടെ മനുസ്മൃതിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ബ്രാഹ്മണന്റെ അടുത്തിരുന്നാൽ, ദളിതൻ ഇരുന്നാൽ ആ പ്രശ്നം കണ്ടിച്ചു കളയണമെന്നാ. ബ്രാഹ്മണനോടൊരു പാതകം ചെയ്ത കൈ അറുത്ത് കളയണമെന്നാ. ബ്രാഹ്മണന്റെ പിള്ളാരിരുന്ന് ഈ വേദം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടുത്തൂടെ പോവുകയും ശൂദ്രന്റെ കാതിൽ അത് കേൾക്കുകയും ചെയ്താൽ
ഈയമെന്ന ലോഹമുരുക്കി ചെവിയിൽ ഒരുക്കി കൊടുക്കണമെന്നാണ്. മാറുമറയ്ക്കാൻ അവർക്ക് അവകാശമില്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇതാണ് കുമാരനാശാൻ കണ്ട കേരളം. അതുകൊണ്ട് ജാതിപരമായ പീഡനം അനുഭവിച്ചിരുന്ന ഒരു സമൂഹമാണത്. അതിനെ ഹിന്ദു മതത്തിന്റെ പേരിൽ കോർത്തെടുക്കുന്നുവെങ്കിൽ മറ്റു മതവിരോധത്തിന്റെ പേരിലല്ല അത് കോർത്തെടുക്കേണ്ടുന്നത്. ജാതിയും തീണ്ടലും തൊടിയിലും തൊട്ടുകൂടായ്മയും മാറ്റിവെച്ചിട്ട് ഒരു ജനസമൂഹത്തെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ പറ്റുമോ? ഇത് മനസ്സിലാക്കിയിട്ടാണ് സാക്ഷാൽ വിവേകാനന്ദൻ, BJP-ക്കാർക്ക് ഒട്ടും തർക്കമില്ലാത്ത ആളാണല്ലോ വിവേകാനന്ദൻ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി നടത്തിയ പ്രസംഗം മാത്രം മതി RSSന് മറുപടി പറയാൻ. വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആളുകൾ കൂവി വിട്ടു കേട്ടോ. 5 മിനിറ്റേ പ്രസംഗിക്കാൻ പറ്റൂ. ഞങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്ന അധിക പ്രസംഗമൊന്നും വിവേകാനന്ദന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം 6000 മതവിശ്വാസികൾ ഇരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട യോഗം 5 മിനിറ്റ് ഒരാൾക്ക് പ്രസംഗിക്കാൻ. വിവേകാനന്ദൻ കയറിയിട്ട് ആദ്യം പ്രസംഗിച്ചു, കൂവിട്ടു. രണ്ടാമതൊരു ഒരു ഒരു മദാമ്മയുടെ സഹായത്തോടുകൂടി പ്രസംഗിച്ചു. വിവേകാനന്ദന്റെ ആദ്യ വാക്കിതാണ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. അവിടെ എല്ലാവരും പ്രസംഗിച്ചെന്താ അറിയോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിനകത്തൊരു അകൽച്ചയുണ്ട്. ഈ ചെറുപ്പക്കാരൻ കയറി എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു. എന്താ അയാൾ പറയുന്നത്? അയാൾ പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ആർഷഭാരത്. ഞാൻ ആർഷഭാരതത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ മുമ്പ് ഇരുന്ന ആളുകൾ നോക്കി, എന്തുവിടെ ഈ ആർഷഭാരതം? ഭാരതം കേട്ടിട്ടുണ്ട്, ഇന്ത്യ കേട്ടിട്ടുണ്ട്. അപ്പം വിവേകാനന്ദൻ ഒരു വിശദീകരണം കൊടുത്തു. 1-2 വാചകത്തിൽ. ലോകത്ത് പല സ്ഥലങ്ങളിലും മതത്തിന്റെ പേരിൽ മതവിശ്വാസികൾ അട്ടിയോടിക്കപ്പെടുമ്പോൾ എല്ലാ മതങ്ങൾക്കും സ്വാഗത കവാടം തുറന്നിട്ട് കൊടുക്കുന്ന ഒരു രാജ്യം കിഴക്ക് ദിക്കിലുണ്ട്, പൗരസ്ത്യ നാട്ടിലുണ്ട്. അതിന്റെ പേരാണ് ഭാരതം. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദന്റെ ഈ മിന്നാന്തോട്ടിൽ അമ്പലത്തിൽ കല്യാണം നടക്കുമ്പോൾ RSSകാരിക്ക് കൊടുക്കുന്നത് വിവേകാനന്ദന്റെ പടമില്ലേ? ആ വിവേകാനന്ദന്റെ പടം വെച്ച് കൊടുക്കുമ്പോൾ ഈ വിവേകാനന്ദൻ സർവമത സാരവും ഏകമെന്ന് പറഞ്ഞ ഒരാളാണെന്ന് കാണണ്ടേ? ആ വിവേകാനന്ദൻ ഉയർത്തിവിട്ട ഒരു ദർശനമല്ലേ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാലിക്കേണ്ടുന്നത്? അതോ VD സവർക്കർ കൊടുത്തുവിട്ടതാണോ? ഈ വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും മഹാത്മാഗാന്ധിയും അംബേദ്കറും ഈ രാജ്യത്തെ ആചാര്യന്മാരുമെല്ലാം പഠിപ്പിച്ചൊരു പാഠം മറ്റു മതങ്ങളെ സഹിഷ്ണുതയോട് കാണുക എന്നുള്ളതാണ്. മതത്തെ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അടിസ്ഥാന ഘടകമായി മാറ്റരുത്. അതുകൊണ്ടാണ് ഹിന്ദു സഹോദരങ്ങൾ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും മുസ്ലിമിനെ രാജ്യത്ത് നിന്ന് ചാടിച്ച് ഈ രാജ്യത്ത് സമ്പത്ത് കൈയടക്കാമെന്നുള്ള പ്രചരണത്തിന് കുടുങ്ങിപ്പോകാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ പണം 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ ഫാക്ടറികളിൽ നിന്നാണെന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പലരാലും കൊടുക്കൽ വാങ്ങലിലൂടെ നേടിയതാണ്. നമ്മൾ അങ്ങോട്ട് പോയി പണിയെടുക്കും, അവരിങ്ങോട്ട് വന്ന് മെനക്കെടും. ഇതെല്ലാം ഉള്ളതാണ് ഈ രാജ്യം. അതുകൊണ്ട് എല്ലാ മതങ്ങളും, ഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതൊരു മതരാഷ്ട്രമായി പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. ആ പറഞ്ഞതിന്റെ പേരിലാണ് 1948 ജനുവരി മാസം 30-ാം തീയതി ആ എല്ലിച്ച ശരീരത്തിലേക്ക് 3 വെടിയുണ്ട പായിച്ച് കൊലപ്പെടുത്തി. ആ മഹാത്മാവിനെ കൊലപ്പെടുത്തിയവർക്ക് ഈ രാജ്യം കൊലപ്പെടുത്തുന്ന ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യമാണ്. ഒരു കവി പാടിയില്ലേ ഈ സമരകാലത്ത്, എൻ്റെ ഉപ്പൂപ്പമാരുടെ കബറിടം തുറന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്തിന്റെ നെഞ്ചത്ത് ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ അടയാളം കാണാം. ആ ബൂട്ടിന്റെ പുറത്ത് നോക്കിയാൽ നിന്റെയൊക്കെ നാവിന്റെ അടയാളം കാണാം എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരകാലത്തിൽ ഒറ്റുകൊടുത്തവരെ കുറിച്ചാണ്. ഇന്ത്യ ഗേറ്റിൽ ചെന്ന് നോക്കിയാൽ കാണുന്ന 95,000 പേരുകളിൽ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളിൽ 65,000 മുസ്ലിമായി മാറിയത് ഏതെങ്കിലും ഒരു മതപുരോഹിതൻ പ്രതികരിച്ചതിന്റെ പേരിലല്ല, മറിച്ച് ഈ രാജ്യം എന്റേതാണ്, പാകിസ്ഥാൻ അല്ല എന്റേത്, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന അതേ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ അതേ ഗൗരവത്തോടുകൂടി ഭാരതമാതാ കീ ജയ് എന്ന് വിളിക്കാനും ഈ രാജ്യത്തെ മുസൽമാന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് 65,000 പേർ അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിൽ കൊത്തിവെക്കപ്പെട്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ മുദ്രാവാക്യമുണ്ട്, ഈശ്വരു അല്ലാ തേരേ നാം. ഈശ്വരനും അല്ലായും ഒരേ നാമങ്ങളാണ്, ഈശ്വരനും അല്ലായും ഒരേ നാമങ്ങളാണ് എന്ന ഒരു മന്ത്രോച്ചാരണവുമായി നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യം മുന്നോട്ട് ഉറപ്പിച്ചുകൊണ്ട് ഈ നാട് നമ്മുടേതാണ്, ഇത് വിഭജിക്കാൻ വരുന്നവന്റേതല്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വർഗീയതയുടെ യാതൊരു കാലുഷ്യം ഉണ്ടാകാൻ പാടില്ല.
എല്ലാവരെയും ഒരുമിച്ച് തീർത്തുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് മുൻകൈയെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.